സഞ്ജു സാംസണും മഞ്ഞ ജേഴ്സിയിലുള്ള അരങ്ങേറ്റം ആ ദിവസം ഇന്നാണ് സഞ്ജു ഇത്രയും നാളും ചോരയും നീരും ഊറ്റിക്കൊടുത്ത രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈക്ക് വേണ്ടി ഫസ്റ്റ് മാച്ച് ഇറങ്ങുന്നത്. ചെന്നൈയുടെ ഫസ്റ്റ് മാച്ചാണ്. ഇന്ന് വിജയത്തിൽ കുറഞ്ഞ ഒന്നും ചെന്നൈ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. സഞ്ജു സാംസൺ വേൾഡ് കപ്പിൽ എങ്ങനെ കളിച്ചു അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ചെന്നൈയോട് അങ്ങനെ ഒരു ആരാധന ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത് കൂട്ടുകാരോട് പറയായിരുന്നു, ഇത്തവണ ചെന്നൈനെ സപ്പോർട്ട് ചെയ്യണമല്ലോ, നമ്മുടെ സഞ്ജു കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മമാർ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ആരെയും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. എനിവേ, രാജസ്ഥാനോട് നമുക്ക് സഞ്ജു കളിച്ച് ഒരു ഇഷ്ടം തോന്നിയതാണ്. പിന്നെ ജോഫ്ര ആർച്ചർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബോളേഴ്സിൽ ഒരാളാണ്. വന്ന സീസണിലൊക്കെ ജോഫ്രേനെ എന്ത് പേടിയായിരുന്നു അല്ലേ. ഇപ്പോൾ ആ പേടി കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. T20 ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ പിച്ചുകളല്ലേ. പിന്നെ നമ്മുടെ രവീന്ദ്ര ജഡേജ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഓൾറൗണ്ടേഴ്സിൽ ആൾ രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നപ്പോഴത്തേനും രാജസ്ഥാൻ റോയൽസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. പിന്നെ സൂര്യവംശിയും ജയ്സ്വലും അവിടെ ഒരു നല്ല സ്റ്റാർട്ടിങ് കൊടുത്താലും ചെന്നൈ ഒന്ന് പതറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ കൂടെയാണ്. കാരണം രാജസ്ഥാൻ റോയൽസിൻ്റെ കൂടെ എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസാണ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ സീസണിൽ 9ഉം 10ഉം പൊസിഷൻ ചെയ്യുന്ന 2 ടീമുകളാണ്. ഈ സീസണിൽ അവർക്ക് തുടക്കം മാച്ചുകളിൽ തന്നെ നല്ല വിജയങ്ങൾ വേണം ഒരു കോൺഫിഡൻസിന് വേണ്ടി. പിന്നെ സഞ്ജു ഓൾറെഡി കുറേ കാലമായിട്ട് നെറ്റ്സി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ബോളേഴ്സ് ഓപ്പോസിറ്റ്. അപ്പോൾ സഞ്ജു ഇന്ന് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഗെയ്ക്വാദ്, ചെന്നൈക്ക് നല്ല സ്ട്രോങ് ലൈനപ്പ് തന്നെയുണ്ട്. പക്ഷേ ഐ ഫീൽ രാജസ്ഥാൻ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന്. അപ്പം എന്തായാലും മാച്ചിലേക്ക് കാണാം. ഈ സ്റ്റേഡിയത്തിൽ ഇത് 5ഓ 6ഓ കളിയായിട്ടുള്ളൂ. വലിയ സ്കോറുകൾ വരാൻ സാധ്യതയുള്ളൊരു ഗ്രൗണ്ടല്ല. പക്ഷേ ഈ മുന്നിൽ കളിക്കുന്ന സൂര്യവംശിയുടെ ഒക്കെ ഇന്നത്തെ പെർഫോമൻസ് അണ്ടർ-19 വേറെ ലെവൽ കളിച്ചിട്ട് തിരിച്ചു വന്ന പയ്യനല്ലേ. സോ ഓവറോൾ വേറെ ഏതൊക്കെയാണ് പ്ലേയേഴ്സ് ഉള്ളത്? കുറേ പ്ലേയേഴ്സ് ഉണ്ട് അടിപൊളി. മാറ്റ് ഹെൻറി ഉണ്ട്. മാറ്റ് ഹെൻറി അടിപൊളിയായിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന T20 നല്ല റെക്കോർഡുള്ളതാണ് മാറ്റ് ഹെൻറിക്ക്. സോ ടോട്ടലി ഒരു ഗംഭീര മാച്ച് ഇന്ന് പ്രതീക്ഷിക്കാം. സഞ്ജുവിന് വേണ്ടി വെയിറ്റിംഗ്, സഞ്ജുവിൻ്റെ മഞ്ഞയ്ക്ക് വേണ്ടി വെയിറ്റിംഗ്. സഞ്ജു കളിക്കുമ്പോൾ എന്തായാലും നമ്മൾ വിസിൽ പോടും. സഞ്ജു അല്ലാത്തപ്പോൾ നമ്മൾ അങ്ങനെ വിസിൽ പോടില്ല.